മികച്ച NABL അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു. കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും. MHL സ്മാർട്ട് ലാബ്സ്. അഞ്ചപ്പാലം ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ ദേശീയ ആരോഗ്യ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. ദേശീയ ആരോഗ്യ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം VR സുനിൽകുമാർ MLA നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സജീവ് കുമാർ അനുമതി പത്രം കൈമാറി. ഡോക്ടർ ശ്രീദേവി TP പദ്ധതി വിശദീകരണം നടത്തി. കൗൺസിലർമാരായ KK രാധാകൃഷ്ണൻ, റസോജ ഹരിദാസ്, KM രതീഷ്, KK ഹാഷിഖ്, ഷൈബി ജോസഫ്, PN രാമദാസ്, TS സജീവൻ, VM ജോണി, ഡോക്ടർ KJ ജീന എന്നിവർ സംസാരിച്ചു. നഗരസഭയെ സംബന്ധിച്ച് നമ്മുടെ പദ്ധതി പ്രവർത്തനങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്, കഴിഞ്ഞ മുമ്പത്തെ കൗൺസിലാണ് 7 സബ് സെന്ററുകൾക്ക് അനുമതി കൊടുത്തു. അതിനുശേഷം അതിലൊരു സബ് സെന്റർ വെൽനസ് സെന്ററായിട്ട് മാറി. ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ മാർഗരേഖയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ നഗരപ്രദേശത്ത് സബ് സെന്ററുകൾ വാങ്ങുന്നതിന് അതിന് നമുക്ക് പണം വകയിരുത്തിക്കൊണ്ട് ചെയ്യാവുന്നതാണ്. എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ തന്നെ വളരെ ഗ്രാമീണ മേഖലയിൽ ഇത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുൻ കാഴ്ചപ്പാടോട് കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നഗരസഭ ഇപ്രാവശ്യം നമ്മൾ ആലോചിച്ചപ്പോൾ നമ്മുടെ വയോജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതിൻ്റെ ഫണ്ടിൻ്റെ ലഭ്യത കുറവ്, അതോടൊപ്പം തന്നെ അവർക്ക് മുൻപ് കിട്ടിയിരുന്ന മരുന്നിലുള്ള കുറവുകൾ വന്നിട്ടുണ്ട്. നഗരസഭ ഇപ്രാവശ്യം അത് പദ്ധതി രൂപീകരണത്തിൽ വളരെ ശ്രദ്ധാപൂർവം അത് വിലയിരുത്തുന്നുണ്ട്. സാരി സെലക്ഷൻ കഴിഞ്ഞില്ലേ? എത്ര നേരായി? കല്യാണമൊക്കെ അല്ലേ അച്ഛാ, അപ്പോ ഏറ്റവും ബെസ്റ്റ് തന്നെ ആവണ്ടേ? ഇവരെയും കൊണ്ട് കല്യാണ സാരി വാങ്ങാൻ പോകുമ്പോ കാണാം നിങ്ങളുടെ പോക്കറ്റ് കാലിയാവുന്നില്ല. അത് ഉറപ്പല്ലേ? എന്നാലും ഏറ്റവും ബെസ്റ്റ് തന്നെ വേണം. ശരി ശരി അങ്കിൾ, പോക്കറ്റ് ഒന്നും കാലിയാവില്ല. ഏറ്റവും എലഗന്റ് ബെസ്റ്റ് സ്റ്റൈൽ ആൻഡ് ഡിസൈൻസും കിട്ടും. പക്ഷേ സ്വയംവര സിൽക്സിൽ തന്നെ പോണം, അതിന് ഞാൻ ഗ്യാരണ്ടി. സ്വയംവര സിൽക്സ്, മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്.